ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ജാമാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കുക, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഈ ജ്യൂസ് നമ്മൾ ഓരോ ഗ്ലാസ്സിനും അളന്ന് വേണം ഒഴിക്കാനായിട്ട്, അതനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത നമ്മുടെ ജ്യൂസ് ഇതിലോട്ട് ഞാൻ അളന്നൊഴിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല അടിക്കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്നൊന്നും അടി പിടിക്കത്തില്ല. അപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങനെ വറ്റിച്ചെടുക്കാൻ നോക്കരുത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് അത്യാവശ്യം വറ്റിയൊക്കെ വന്നപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കുറവുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമ്മൾ എത്ര ഗ്ലാസ് ജ്യൂസ് ഉണ്ടോ അത്രയും ഗ്ലാസ് തന്നെ പഞ്ചസാര എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഒരു പകുതി ഗ്ലാസ്സൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ജ്യൂസിൻ്റെ അളവിനനുസരിച്ചിട്ട് നേർപകുതി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതേ ഗ്ലാസ്സിൽ തന്നെ അളവെടുക്കുക. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വറ്റി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ചൂടായിരിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ഇത് കട്ടിയാവും. അപ്പോൾ അതനുസരിച്ച് വേണം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാൻ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.